ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടുകാർക്ക് പോലും അറിയില്ല ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന്. അത്രയും ദാരിദ്ര്യങ്ങൾ, അത്രയ്ക്ക് വ്യൂസ് ഒന്നും ഇല്ല വീഡിയോസിന്, സബ്സ്ക്രൈബേഴ്സും കാണണം. എന്തൊരു കഷ്ടമാണ്, ഇതിട്ട് അതിനൊന്നും കിട്ടില്ല. ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ ഹിസ്റ്ററിയാണ് പറയാൻ പോകുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ, അതേപോലെ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻസ് എന്താണ്, കാര്യങ്ങളും അതൊക്കെയാണ് എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ പറയാൻ പോകുന്നത് ഞങ്ങളുടെ റിലേഷനാണ്. ഓക്കെ, ഞങ്ങൾ കസിൻസ് ആണ്, 3 പേരും കസിൻസ് ആണ്. ഇത് 2 ചേച്ചിയും അനിയനുമാണ്, ഞാൻ ഒറ്റയാണ്. ക്യാമറാമാന്റെ അനീതിയാണ് ഞാൻ, ക്യാമറ ഗേളുടെ അനീതിയാണ് ഞാൻ. എന്റെ അച്ഛന്റെ അനിയന്റെ മക്കളാണ് ഇവര്. എനിക്കടി മൂത്തതാണ് അവള്. യെസ് ഓഫ് കോഴ്സ്, പക്ഷെ കണ്ടാ പറയില്ലെന്നല്ല എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, ഫസ്റ്റ് ചാനൽ തുടങ്ങുന്നത് കോവിഡ് ടൈമില് 2020-ലാണ്. അപ്പൊ 2020 ജൂലൈ 29-നാണ് ഞങ്ങൾ. പക്ഷെ ഫസ്റ്റ് വീഡിയോയിൽ ഞാനില്ല, അത് ഇവന് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എന്താണ്, ഞങ്ങള് ആ സമയത്ത് ദിയാസ് വേൾഡ് എന്നായിരുന്നു യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതാണ് പേരതായിരുന്നു. അതായത് എന്റെ പേരാണ് ദിയ, അപ്പൊ ദിയാസ് വേൾഡ്. ഇവന്റെ പേര് ദീക്ഷിത്ത്. ഒരു റെയർ നെയിമാണ്, അനുധാര എന്നാണ്. സുരേഷ്. ഓക്കെ, അപ്പൊ ആദ്യം ദിയാസ് വേൾഡ് എന്നായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങള് 3 പേരുമായിട്ട് ഉണ്ണിച്ചിയൽ 3 പേരുടെ പേര്, അതായത് ഞങ്ങളുടെ നിക് നെയിം. ഇവന്റെ പേര് ഉണ്ണിക്കുട്ടൻ, അപ്പൊ ഉണ്ണി, എന്റെ പേര് ചിന്നു, അതിലിച്ചി, അങ്ങനെയാണ് ഞങ്ങള് യൂട്യൂബ് ചാനലിൽ. അറിയുമോ? യൂട്യൂബേഴ്സ് ആണ്, അത് അവർക്ക് അറിയാം. പക്ഷെ ഞങ്ങൾക്ക് അത്രയ്ക്ക് വ്യൂസ് ഒന്നും ഇല്ല വീഡിയോസിന്, സബ്സ്ക്രൈബേഴ്സും കാണണം. എന്തൊരു കഷ്ടമാണ്, ഇതിട്ട് അതിനൊന്നും കിട്ടില്ല. വേണമെങ്കിൽ 1-2 വ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഞങ്ങളുടെ വീടൊക്കെ അവിടെ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനു പറയും, ഇതൊക്കെ പറഞ്ഞപ്പോ എന്താ ഒന്നും നടക്കും, ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഞങ്ങളുടെ വീട് പറയുന്നത് ഭയങ്കര ചെറുതാണ്, ഭയങ്കര പണക്കാരാണ്, ചെറിയ വീടാണ്. അതേപോലെ ഞങ്ങൾ അടുത്തടുത്താണ് ഞങ്ങളുടെ വീട് വരുന്നത്. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വേറൊരാളുണ്ട്, അയാളെ നമുക്ക് വെൽക്കം ചെയ്യാം. ബാ, അയാൾ പോയി. ഞാൻ എടുത്തിട്ട് അയാളെ ഇപ്പൊ അല്ലു പോയി എടുത്തിട്ട് വരുന്നതാണ്. അയ്യോ, ഇയാളെ നിങ്ങൾ അറിയും എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ ചെക്കൻ കൂടി ഉണ്ട്, കസിൻസ് ആണ് എല്ലാരും. അപ്പൊ ഞങ്ങൾക്ക് ആദ്യത്തെ വീഡിയോസിനൊന്നും ഞങ്ങൾക്ക് തീരെ വ്യൂസ് ഉണ്ടായിരുന്നില്ല. ഉണ്ണിക്കുട്ടന്റെ ഒരു സൈക്കിൾ ഇങ്ങനെ ഓട്ടിട്ട് വരുന്നതിനാണ് ആദ്യത്തെ കൂടുതൽ വ്യൂസ് കിട്ടിയത്. 2.6K 7K എന്തോ ആയിരുന്നു. അതെ, അതായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ഇതായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവന്റെ അച്ഛന്റെ ഒരു ട്രാൻസിഷൻ ഇട്ടപ്പോഴായിരുന്നു കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കിട്ടിയത്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്നത് ഇവർ 2 പേരുടെ ഒരു കണ്ട എല്ലാവരും ഇതന്നെ പറയും. ഞാനില്ലാത്തോണ്ടാണ് കിട്ടിയത്. ഈ വീഡിയോത്തിന് വ്യൂസ് കിട്ടിയില്ല, എന്താ വെച്ചാൽ ഉള്ളത് കൊണ്ട്. അതെ, അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ നോ പ്ലേ നോ ഓൺലി സ്റ്റഡി പറയുന്ന ഒരു വീഡിയോ തന്നെയാണ് കൂടുതൽ വീക്ക്. അതെ, വ്യൂവേഴ്സ് എത്രയോ 300K സംതിങ്. 7K. അതും പറയാണ്ട് വേറെ സംഭവം ഉണ്ടായി, ഞങ്ങൾ പറയില്ല. ഓക്കെ, ഞങ്ങളുടെ വീട് പാലക്കാടാണ്, ഒരു ഉൾപ്രദേശത്താണ് ഞങ്ങളുടെ വീട്. ഒരു കാടുള്ള സ്ഥലം. അതുകൊണ്ട് ഞങ്ങള് എത്ര കിടന്ന് വീഡിയോസിന് എത്ര എഫേർട്ട് ഇട്ടാലും ആരും അറിയില്ല. പക്ഷെ ഞങ്ങൾ ആരാന്ന് പോലും ആർക്കും അറിയില്ല, ഈ കാട്ടിന്റെ ഉള്ളിലായതുകൊണ്ടാണ്. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടുകാർക്ക് പോലും അറിയില്ല ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന്. അത്രയും ദാരിദ്ര്യങ്ങൾ. അപ്പൊ നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതെ, കുടുംബക്കാര് പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇനി ഞങ്ങളൊരു പുതിയൊരു വീഡിയോ വീണ്ടും ഒരു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ.